ഹലോ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നും ഒരു കോഴിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. വീട്ടിൽ വളർത്താൻ പറ്റിയ ഫയോമിയും താറാവും കോഴികളും എല്ലാമാണെന്ന് പരിചയപ്പെടുത്തുന്നു. ഒക്കെ ഫയോമിയിൽപ്പെട്ട കുട്ടികളാണ്. കുട്ടികളല്ല, വലിയ കോഴികൾ. നല്ല ഭംഗിയാണ് കാണാൻ. നല്ലോണം മുട്ടയിടും. നല്ല കോഴികളാണ്. ഇതൊരു വീട്ടമ്മ വളർത്തുന്ന കോഴിയാണ് കേട്ടോ. ഇവർക്കൊക്കെ 1000-500 കോഴികളുണ്ടായിരുന്ന ആളുകൾ. കിനിക്കോഴിയും പല ഐറ്റംസിലുള്ള കോഴികളുള്ള വീടാണിത്. പക്ഷേ ഇവർ സെയിൽ ചെയ്യണില്ല എന്നാണ് പറഞ്ഞത്. ഇവർക്ക് കൊറിയർ അയക്കാൻ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. പുത്തനത്താണിയൊക്കെ പോകണം. ഇവർ കിടക്കുന്നത് വേറെ സ്ഥലത്താണ്, കുറേ ഉള്ളോട്ടാണ്. അതുകൊണ്ടാണ് ഇതൊന്നും കഴിച്ചിട്ട് വളർത്തുന്നതല്ല. ഷെഡൊക്കെ കെട്ടി ഉള്ളിൽ നിർത്തിയിട്ട് തീറ്റ കൊടുക്കുന്നതാണ്. ഇവരടുത്ത് ഒരുപാട് കോഴികളുണ്ട്. എന്നൊക്കെ കൊടുത്തു പോയതാണ് കേട്ടോ. നമ്മളെ അടുത്ത പരിസരത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വന്ന് പോയിട്ട് വാങ്ങാം. കാളാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്, താനൂരിക്ക് പോണ വഴിയിൽ. മലപ്പുറം ജില്ല തിരൂരാണ്. കുറേ താറാവുകളും ഉണ്ട്. ഇവർക്ക് കൃഷികളാണെങ്കിൽ ഒരുപാട് കൃഷിയുണ്ട്. സ്ഥല സൗകര്യമുണ്ട്. ഇഷ്ടംപോലെ സ്ഥലമുള്ള ആൾക്കാർ. ഇതൊക്കെ അവരെ വീട്ടിൽ ആവശ്യത്തിനുള്ള മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് വളർത്തുന്നത്. കോഴികളൊക്കെ ആദ്യമൊക്കെ കുറേ കൊടുത്തിരുന്നു, ഇപ്പം കൊടുക്കണില്ല. ഇതൊക്കെ 10 രൂപ കുട്ടികളാണ്. അണ്ണാച്ചി കോഴീൻ്റെ കുട്ടികൾ. എന്താ പറയാന്ന് എനിക്കറിയില്ല, അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. അത് കൂടുതലും പൂവന്മാരാവും. നമ്മളെ ഇറക്കാൻ ഇറച്ചിക്കൊക്കെ എടുക്കണ കോഴികൾ. പിന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. ഇവർക്ക് കൊടുക്കുന്ന തീറ്റ ഗോതമ്പാണ് ഇവർ കൊടുക്കുന്നത്. പിന്നെ വീട്ടിൽ ഏക്കറക്കണക്കിന് സ്ഥലമുള്ള ആൾക്കാരാണ് കേട്ടോ. പണ്ട് കാലത്തെ ഇവർക്ക് കൃഷിയും പിന്നെ കോഴികളും പോത്ത് ആട് എല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് കൊയ്യാനും കൃഷികളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം പച്ചക്കറി കൃഷി, ഇപ്പം ചീന മുളക് കൃഷിയാണ് തുടങ്ങണത്. പച്ചക്കറിയൊക്കെ ഇവർക്ക് ഉപയോഗിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. താറാവുകളഞ്ഞ് കൂടുതൽ വളർത്തുന്നുണ്ട്. ഇവർക്ക് കുളമൊക്കെ ഉണ്ട്. അപ്പം നല്ല സുഖമല്ലേ കുളത്തിലൊക്കെ കുളിക്കാൻ വിടാനൊക്കെ. നല്ല നല്ല താറാവുകൾ. പക്ഷെ ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ കണ്ടതാണ്, അപ്പോൾ എടുത്തതാണ്. അതുപോലെ ഇഷ്ടംപോലെ ഇവർക്ക് വളങ്ങളുണ്ട്. ഇതിൻ്റെ വളങ്ങൾ കൊണ്ടാണ് ഇവർ കൃഷി ചെയ്യുന്നത്. വീട്ടിൽ പണിക്കാരൊക്കെ വെച്ചിട്ടാണ് കൃഷി നടത്തുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പച്ചക്കറീൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഇവരെടുത്തുള്ള. പിന്നെ എന്നാൽ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇനിയും കുറേ കോഴികൾ ഇതിൽ വരുന്നുണ്ട്.